ഹലോ, ഞാൻ ഇന്ന് പോകുന്നത് മനോരമ ഹോർത്തൂസ് കാണാനാണ്. കൊച്ചിയിലാണ് ഇപ്പോൾ ഇത്തവണത്തെ ഹോർത്തൂസ് നടക്കുന്നത്. സുഭാഷ് പാർക്കിൽ വെച്ച് നവംബർ 27 സ്റ്റാർട്ട് ചെയ്തതാണ്. നവംബർ 13 വരെ, സൺഡേ വരെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ സാറ്റർഡേ പോയതാണ്. നൈറ്റ് വൈബ് അറിയാനും അവിടുത്തെ പ്രോഗ്രാംസ് എല്ലാം അറിയാനും വേണ്ടിയിട്ട് ഓഫീസ് കഴിഞ്ഞ് പോയതാണ്. അപ്പം ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോൾ അറിയാലോ, ലൈറ്റിംഗ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. തിരക്കെന്ന് പറയുമ്പോൾ നമുക്ക് നടക്കാനുള്ള സ്പേസ് ഒക്കെ കുറവാണ്. അത്രയ്ക്കും തിരക്കാണ് റോഡ് സൈഡിൽ കേട്ടോ. പാർക്കിനകത്ത് സ്ഥലമുണ്ട്, പക്ഷെ റോഡിൽ നടക്കാനുള്ള സ്ഥലമില്ല, പാർക്ക് ചെയ്യാനും സ്ഥലമില്ല. പിന്നെ അകത്ത് കയറി നമ്മൾ പ്രോഗ്രാംസ് ഓരോന്നായിട്ട് നോക്കി. ആസ് യൂഷ്വൽ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞ വർഷത്തെ കാലിക്കറ്റ് വെച്ച് നടന്ന അത് തന്നെയാണ് ഉണ്ടായത്. പിന്നെ ഞാനിതാ ഇങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കണ്ടു. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ്, പക്ഷേ നൈസായിരുന്നു. ഇതൊരു ആർട്ടിസ്റ്റ് ഒരു കുഞ്ഞിൻ്റെ സ്കെച്ച് വരയ്ക്കുകയാണ്. ആ കുട്ടി അവനോട് സംസാരിക്കുന്നുണ്ട്. അവരോട് സംസാരിച്ചുകൊണ്ടാണ് ഈ സ്കെച്ച് വരയ്ക്കുന്നത്. ഭയങ്കര രസമായിട്ട് തോന്നി. ആ കുട്ടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പേര് കൂടി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാനും പോയി നോക്കിയത്. വര കഴിഞ്ഞിട്ടില്ല, പക്ഷേ ആൾക്കാരുടെ കൂട്ടം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുള്ള പുസ്തക ശാലയുണ്ടായിരുന്നു. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് 10% ഓഫ് ബുക്സ് പർച്ചേസ് ചെയ്യാം. നല്ല രസമാണ് കേട്ടോ ബുക്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ബുക്ക് നോക്കി, ഒന്നും പർച്ചേസ് ചെയ്തൊന്നുമില്ല, പക്ഷേ എന്നും കാണാറുള്ള അതേ കളക്ഷൻ തന്നെ ഉണ്ടായുള്ളൂ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിഷ്കളങ്കയായ ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ ഈ പ്രണയത്തിൻ്റെ രാജകുമാരി എന്ന് പറഞ്ഞ പുസ്തകം കണ്ടപ്പോൾ ഞാൻ ഒന്ന് നോക്കി. പിന്നെ ഈ പുസ്തകങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു ബുക്ക് കണ്ടു. ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിന് ശേഷം നിന്ന വിജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നുള്ള ബുക്ക് പബ്ലിഷ്ഡാണ്. ഹൈപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇത് ഓഡ് വണ്ണായിട്ട് കണ്ടപ്പോൾ ഞാൻ നോക്കിയതായിരുന്നു. പിന്നെ ഇത് സുഭാഷ് പാർക്കാണ്, അതുകൊണ്ട് തന്നെ നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ പത്രങ്ങൾ കാണാം. പത്രങ്ങളുടെ കൂടെ കുറേ ആർട്ടിസ്റ്റ് വരച്ചു വെച്ച ചിത്രങ്ങൾ അത് കാണാം. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ എൻജോയ് ചെയ്തു. കാരണം ഇത് കുറേ നോക്കിയും വായിച്ചും മനസ്സിലാക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മൾ അത്രയൊന്നും ടൈം സ്പെൻഡ് ചെയ്തില്ല. പിന്നെ ഇതുപോലെ കുറേ ഷോസ് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു, കാണാനും നല്ല ഭംഗിയായിരുന്നു. അപ്പം അതും ഞങ്ങൾ കുറച്ച് നേരം കേട്ടുകൊണ്ടിരുന്നു. A home with many windows. I have a mother, a house. കുറച്ച് നേരം കേട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. കാരണം വണ്ടി ഓടിച്ച് തിരിച്ച് പോകണം, നല്ല ബ്ലോക്ക്